കൊയിലാണ്ടി മുതുകുന്നമലയിൽ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നു. ദേശീയപാത നിർമ്മാണത്തിനുള്ള മണ്ണെടുപ്പ് നാട്ടുകാർ തടഞ്ഞിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ 40ഓളം സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായി. സംഘർഷം വിവരങ്ങളുമായി ഇംതിയാസ്, ഇത് നേരത്തെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ട് ജിയോളജി വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പരിശോധനയൊക്കെ നടത്തിയ സ്ഥലമല്ലേ? പിന്നെ എങ്ങനെ വീണ്ടും മണ്ണെടുപ്പ് നടന്നു? എന്താണ് പ്രതിഷേധം? വിഷ്മണി ആൻഡ് പ്രതീഷ്, തീർച്ചയായിട്ടും കോഴിക്കോട് മസ്കാട് മേഖലയിലെ മുതുകുന്ന് മലയുടെ ഭാഗത്താണ് ഇപ്പോൾ ഇന്ന് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജിയോളജി വകുപ്പെല്ലാം ഇവിടെ പരിശോധന നടത്തുകയും മണ്ണെടുപ്പിനുള്ള അനുമതിയൊക്കെ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഈ മണ്ണെടുക്കാൻ വേണ്ടി വാഹനമൊക്കെ എത്തിയപ്പോഴാണ് ഉച്ചയോടെ അവിടുത്തെ ജനവാസ മേഖലയാണ്. അവിടെയുള്ള ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തെത്തുകയും മണ്ണെടുപ്പ് തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇതോടെ പിന്നീട് അങ്ങോട്ടേക്ക് പോലീസ് എത്തുകയും പോലീസുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും അതൊരു സംഘർഷത്തിലേക്ക് പോകുന്ന അവസ്ഥയും ഉണ്ടായി. ഇതിലിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു 40ഓളം പേരെ ആ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ മുതുകുന്ന് മലയിൽ നിന്നും ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയാണ് മണ്ണെടുക്കുന്നത്. ഇത്തരത്തിൽ മണ്ണെടുത്ത് നീക്കി മാറ്റുന്ന സമയത്ത് ഒരു 10 ഏക്കറോളം ഭാഗം അവിടെ നിന്ന് കുറയുകയും അത് ഈ ജനവാസ മേഖലയിലേക്കൊക്കെ മണ്ണിടിച്ചിലിന് കാരണമാകുകയും ചെയ്യുമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി അവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ജലനിധി പദ്ധതിയുടെ ഭാഗമായി അവിടെ ഒരു 10 ഏക്കർ ഭാഗത്ത് ഒരു സംഭരണ ടാങ്ക് നിർമ്മിക്കുന്നുണ്ട്. ആ സംഭരണ ടാങ്ക് നിർമ്മിക്കുന്നതിലും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഒരു കാര്യം. രൂക്ഷമായ ജലക്ഷാമത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമെന്ന ഒരു ആരോപണവുമാണ് നാട്ടുകാർ പ്രധാനമായും വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കൊയിലാണ്ടി മുതുകുന്നമലയിൽ വീണ്ടും സംഘർഷം രൂപപ്പെടുകയാണ്.